കണ്ണൂർ മീൻകുന്നിൽ അമ്മയും 2 മക്കളും കിണറ്റിൽ മരിച്ച നിലയിൽ. മീൻകുന്ന് സ്കൂളിന് സമീപത്തെ ഭാമയും 14, 9 വയസ്സുള്ള മക്കളുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി എം സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അജിംഷാദ്, ഇത് ആത്മഹത്യയാണ്. ഈ മക്കളെയും കൊണ്ട് അമ്മ കിണറ്റിൽ ചാടിയതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽക്ക് ഇവരെ പുലർച്ചെ മുതൽ കാണാനില്ലായിരുന്നു. തുടർന്ന് നാട്ടുകാരും നടത്തിയിട്ടുള്ള തിരച്ചിലിലാണ് വീടിന് സമീപമുള്ള കിണറ്റിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഉടൻ തന്നെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ ഒരു ആത്മഹത്യയാണ് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അജിംഷ. ശരി, സന്തോഷമാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിലാണ് സംഭവം. കണ്ണൂർ മീൻകുന്നിൽ അമ്മയെയും 2 മക്കളെയുമാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മീൻകുന്ന് സ്കൂളിന് സമീപത്തെ ഭാമയും 14, 9 വയസ്സുള്ള മക്കളാണ് മരിച്ചത്. രാവിലെ മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. കുട്ടികളെ കിണറ്റിലെറിഞ്ഞ ശേഷം സ്വയം ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് നിഗമിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് എം സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.